developers, welcome to a new video. അപ്പോൾ ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലട്ടർ ബേസ്ഡ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നമുക്ക് കാണുന്ന പോലെ നമ്മൾ ഫ്ലഡ് ലാബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫ്ലഡ് ലാബ് എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ ചാൻസ് ഇല്ല. ഫ്ലഡ് ലാബ് ഒരു വെബ് ആപ്പാണ്. അതായത് നമുക്ക് ഫ്ലട്ടർ നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ SSDയിൽ നമുക്ക് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാതെ, അതായത് ഫ്ലട്ടറോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയോ ഇമുലേറ്ററോ ഒന്നും സെറ്റപ്പ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ ക്രോമിൽ പോയിട്ട് ഫ്ലഡ് ലാബ് IDയിൽ വെബ് ID ആണ് ഫ്ലഡ് ലാബ്. അതിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലട്ടർ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് വെബിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലട്ടർ ഈ ഒരു ഈ ഒരു IDയിലൂടെ, അതായത് ഈ ഒരു ഓൺലൈൻ IDയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലട്ടർ മൊബൈൽ ആപ്സ്, വെബ് ആപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഫ്ലഡ് ലാബ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്ലഡ് ലാബ് എങ്ങനെ നമുക്ക് ഇതിൽ നമുക്ക് എങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ ആപ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊരു ഷോർട്ട് വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, എന്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിത് ഓൾറെഡി ഒരു ഫ്ലട്ടർ ലാബിൻ്റെ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ ഹലോ വേൾഡ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് നമുക്ക് എങ്ങനെ ഒരു നമുക്ക് സ്ക്രാച്ച് നോക്കാം എങ്ങനെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലഡ് ലാബ് സെർച്ച് ചെയ്താൽ നമുക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഓക്കെ നമുക്ക് ഒന്ന് തൽക്കാലം ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലഡ് ലാബ് ഒന്നും കൂടി സെർച്ച് ചെയ്യാം. ഫ്ലഡ് ലാബ്, ഓക്കെ, ഫ്ലഡ് ലാബ് സെർച്ച് ചെയ്താൽ ഓക്കെ കാണാൻ പറ്റും. ഫ്ലഡ് ലാബ് ഫ്ലട്ടർ IDE ഓൺലൈൻ ഫ്ലട്ടർ IDE ആണ് ഫ്ലഡ് ലാബ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഫ്ലഡ് ലാബിൻ്റെ വെബ്സൈറ്റ്. ഓക്കെ, ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺലൈൻ IDE ഓപ്പൺ ആവും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് ലോഗിൻ അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നാലും നമുക്ക് ഫ്ലഡ് ലാബിൽ ആപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഓൾറെഡി 2 പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും പ്രൊജക്റ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് മിനിമം പ്രൊജക്ട്സ് ഉണ്ട്. ഓക്കെ, മിനിമം പ്രൊജക്ട്സ് 2 ആണ്. നമ്മളെ പ്രീമിയം വെർഷൻ എടുത്തവർക്ക് കൂടുതൽ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി 2 ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്കിനി ഒന്ന് ഡിലീറ്റ് ചെയ്യാതെ അടുത്ത പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ആ പ്രൊജക്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും പ്രൊജക്ട്സ് ഇപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റാണ് ഒരു പ്രൊജക്റ്റ് കൂടി ചെയ്തതുപോലെ സ്റ്റോറേജ് ഉണ്ട്, നമുക്കൊരു കണക്കുണ്ട് 250 MB എന്നുള്ളത്. ഓക്കെ, ഇത് ഫ്രീയിൽ സ്റ്റാർട്ടർ പാക്കാണ്, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് പ്രീമിയത്തിലോട്ട് മാറിയതിൻ്റെ ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളൊരു സമയം ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുള്ളൂ, അപ്പോൾ ഇത് തന്നെ ധാരാളമാണ്. ഓക്കെ, സ്റ്റാർട്ടർ പാക്ക് നമുക്ക് ധാരാളമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാണിക്കും നമ്മുടെ ക്രിയേറ്റ് പ്രൊജക്റ്റിൻ്റെ പോപ്പപ്പ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കോഡ് ബേസ്, അതുപോലെ നമ്മളെ പ്രൊജക്റ്റിൻ്റെ നെയിം, പിന്നെ പാക്കേജ് നെയിം. കോഡ് ബേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കോഡ് നമുക്ക് എന്താണ് ഫസ്റ്റ് നമ്മളൊരു നോർമലി നമ്മളൊരു ഫ്ലട്ടർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കൗണ്ടർ ആപ്പ് ആണല്ലോ വരില്ല. അതുപോലെ നമുക്ക് എന്താണ് ഇതിൽ വേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഒരു ഹലോ വേൾഡ്, സിമ്പിൾ ഹലോ വേൾഡ് ആപ്പ് ഉണ്ടാക്കി നോക്കിയാൽ മതി. അതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്ലെസ് ഹലോ വേൾഡ് തന്നെ കൊടുക്കാം. ഓക്കെ, പ്രൊജക്റ്റ് നെയിം നമുക്ക് എന്ത് ചെയ്യാം, ഡെമോ എന്ന് കൊടുക്കാം. അതുപോലെ പാക്കേജ് നെയിം ജസ്റ്റ് com.bilcodes.demo. ഓക്കെ, ഇത്ര മതി. ഇതിനൊക്കെ എന്ത് ചെയ്യാം, നമ്മളെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആസ് യു ക്യാൻ സി നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോർമലി നമ്മൾ VS കോഡിലൊക്കെ ചെയ്യണ പോലെ തന്നെയാണ്, സെയിം ആണ്. ബട്ട് എന്താണ് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ളൂ. അതായത് 2 പ്രൊജക്റ്റ്, അതുപോലെ 250 MB അതുപോലെ കുറച്ച് സ്റ്റോറേജ് ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്താണ് ഒരു ബിഗിനറിന് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. അപ്പോൾ ചെറിയ സിസ്റ്റം കോൺഫിഗറേഷനൊക്കെ കുറവാണ്, സ്പെക്സ് കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഫ്ലട്ടർ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആ ബേസിക് കോഡ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് നമ്മളെ ഫ്ലട്ടർ ഒന്ന് ഇതിൻ്റെ വെബ് ഇമുലേറ്ററിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കാം പ്രോഗ്രാമിൽ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലട്ടർ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇമുലേറ്റർ അതുപോലെ സേവ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഗിറ്റാബിലോട്ട് ഷെയർ ചെയ്യാൻ, അതുപോലെ ഫയർ ബേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ അനലൈസറാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ ഇമുലേറ്ററിൽ റൺ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യണം. പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാനാണ് ഈ ഒരു ബിൽഡ് പ്രൊജക്റ്റ് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇതിൽ iOS ആൻഡ്രോയിഡ് എല്ലാം കാണാം ഇവിടെ. ബട്ട് നമുക്ക് വെബ് സെലക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇമുലേറ്ററിൽ നമുക്ക് ആപ്പ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, പ്രൊജക്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഇമുലേറ്റർ ഓപ്പൺ ആവും. ഓക്കെ, നമ്മളെ ബിൽഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇനി. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമ്മളെ ഇമുലേറ്ററിൽ നമ്മളെ പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ട് വരും, നമ്മളെ ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ഇമുലേറ്ററിൽ നമ്മളെ ആപ്പ് ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ബേസിക് ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഹലോ വേൾഡിൻ്റെ ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലട്ട് ലാബിൽ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യലും നമ്മുടെ ഇമുലേറ്ററിലോട്ട് ഇത് റൺ ചെയ്യലും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ചെറിയ പ്രോഗ്രാംസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കാം. നമുക്ക് ഫ്ലട്ടർ ഡെമോ ഹോം പേജ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫ്ലഡ് ലാബ് എന്ന് മാറ്റി നോക്കാം. ഫ്ലഡ് ലാബ് ഓക്കെ. നമുക്കൊന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സേവ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്യുക, ഹോട്ട് റീലോഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ കാണാൻ പറ്റും നമ്മുടെ പ്രോഗ്രാമിൽ ചേഞ്ച് വന്നത് ഫ്ലട്ടർ ലാബിൽ നിന്ന് ചേഞ്ച് വന്നു. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ഈ ഫ്ലട്ട് ലാബ് യൂസ് ചെയ്ത് നമുക്ക് ആപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് ആപ്സ് ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യൂല ഫ്ലട്ട് ലാബ് യൂസ് ചെയ്യാൻ. ബട്ട് സ്റ്റിൽ നമുക്കൊരു ബിഗിനറിന് പഠിക്കാൻ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെ സ്പെക്സ് കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഫ്ലട്ട് ലാബ് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെറിയ ചേഞ്ചസ് കൊണ്ട് വരുത്തി വെക്കാം. നമുക്ക് ആ ഡീബഗ് ബാനർ ഒന്ന് അവിടെ നിന്ന് മാറ്റാം. ഡീബഗ് ബാനർ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. നമ്മുടെ മെറ്റീരിയൽ ആപ്പിൻ്റെ തൊട്ടടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോ ഡീബഗ്. ഓക്കെ, സോറി ഓക്കെ, ഷോ ഡീബഗ് ഷോ ചെക്ക്ഡ് മോഡ് ബാനർ സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യുക, ഫാൾസ് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു ഡീബഗ് എന്നുള്ള ഒരു ബാനർ അവിടെ നിന്ന് പോയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളെ ഹലോ വേൾഡും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഐ ആം എ ഫ്ലട്ടർ ഡെവലപ്പർ എന്ന് കൊടുക്കാം. ഐ ആം എ ഫ്ലട്ടർ ഡെവലപ്പർ. ഓക്കെ, ഇതും കൂടി ഒന്ന് റൺ ചെയ്ത് കണ്ട് നമുക്ക് നോക്കാം, ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സംഭവം സെറ്റായിട്ട് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ കണ്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ വെറൈറ്റി കണ്ടൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതുപോലെ ചെയ്യും, മുന്നോട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. കൂടുതൽ വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.